ഹലോ, അസ്സലാമലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മൾ മുന്താസിൽ നിന്ന് എടുത്ത കുറച്ച് പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുന്നതാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. ഈ ഒരു പ്ലാന്റാണ് കേട്ടോ റീപ്പോർട്ട് ചെയ്തത്. ഇതൊരു വെറൈറ്റി പ്ലാന്റാണ്. അതിൻ്റെ പൂവ് ഞാൻ അതിൽ കാണിക്കാം കേട്ടോ. ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ അതിൻ്റെ പൂവ് എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അവരെ കാറ്റലോഗിൽ നിന്ന് അതിൻ്റെ പൂവ് എനിക്ക് കിട്ടി. അപ്പോൾ അത് ഞാൻ അതിൻ്റെ പൂവ് ഏതാണെന്നുള്ളത് കാണിക്കാം കേട്ടോ. ഇത് ഷിയാദിൻ്റെ അടുത്ത് മേടിച്ച പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ നല്ല മുട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ പുതുതായിട്ട് എനിക്ക് വിരിഞ്ഞതാണ് കേട്ടോ. ഇത് പഴയ പ്ലാന്റാണ്. ഇതൊക്കെ ബെൽമൗണ്ട് ഓർക്കിഡത്തെ പ്ലാന്റാണ് കേട്ടോ. ഈ വൈറ്റും ബെൽമൗണ്ട് ഓർക്കിഡത്താണ് കേട്ടോ. ഞാൻ കുറച്ച് പ്ലാന്റ് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ട് കേട്ടോ. ആ പ്ലാന്റ് പോട്ട് ചെയ്ത് വെച്ചാൽ 2 പ്ലാന്റ് കാണിക്കും ചെയ്യാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഞാൻ പോട്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് കേട്ടോ ആ പ്ലാന്റ്, കണ്ടില്ലേ? കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചു. സാഫ് കലക്കിയ വെള്ളമാണ്, കണ്ടല്ലോ. ഒരു കയ്യൊറ കിട്ടിയിരിക്കണം കേട്ടോ. നല്ല കയ്യൊറയാണ്. അതിൻ്റെ രസം പറഞ്ഞു തരണോ? ഞാൻ എപ്പോഴും റോഡണിക്കാരെ കയ്യൊറയാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ട് നമ്മളൊരു ഫോളോവർ മഞ്ചേരിയുള്ള സുനയ്യ എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. കുറേ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. ഒരു ബോക്സ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. നല്ല കയ്യൊറ കേട്ടോ. കയ്യിന് കറക്റ്റ് പാകമാണ്. അവർക്ക് അവരുടെ മോള് പിന്നെ മെഡിക്കലിൽ എന്തോ ജോലിയിലുള്ളതാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവരെനിക്ക് അതിൽ നിന്ന് കൊണ്ടു തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖം കേട്ടോ. നമ്മൾ സാധാരണ പണിയെടുക്കുന്ന പോലെ നമുക്ക് പണിയെടുക്കാനായി. മറ്റേ പുറട്ടിക്കാണ്ട് കൈയോട് പണിയെടുക്കുമ്പോഴേ ഒരു സുഖമില്ലായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കലക്കിയത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? കറ്റാർ വാഴയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ പ്ലാന്റിനൊരു ചെറിയൊരു ക്ഷീണം പറ്റിയ പോലെ തോന്നിയിരുന്നു. അതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞും പോയിട്ടുണ്ട്. പിന്നെ 2-3 തണ്ട് പഴുത്തും നിൽക്കുന്നുണ്ട്, കണ്ടല്ലോ. നല്ല കടയുള്ള പ്ലാന്റാണ്, നല്ല മൂത്ത പ്ലാന്റാണ്. അപ്പോൾ പൂവൊക്കെ വരാനായ പ്ലാന്റ് ആയതുകൊണ്ട് ഞാൻ ഈ പ്ലാന്റ് തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം കറ്റാർ വാഴേൻ്റെയും സാഫിലും കറ്റാർ വാഴേൻ്റെ ജെല്ലും സാഫും കലക്കിയ വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് നേരം മുക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ കണ്ട ഞങ്ങൾ വീർത്ത് വന്നു, നല്ല നീറ്റായി വന്നു കേട്ടോ. കണ്ടല്ലോ, കണ്ടോക്കി ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ മുക്കി വെച്ച അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ ചകിരി മൊത്തം അടർത്തി എടുക്കുക കേട്ടോ. വെള്ളത്തിൽ മുക്കി വെച്ചുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു എളുപ്പമുണ്ട് അതെടുക്കാൻ. വെള്ളത്തിൽ മുക്കി വെച്ചാൽ കുറേയൊക്കെ എളുപ്പം പോരും. 15 മിനിറ്റ് മുക്കി വെച്ചേക്കണം, എന്നിട്ടും ടൈറ്റാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കണ്ടോ മണ്ണ് പോലെയാണ് കേട്ടോ ഈ ചകിരി. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്, റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്ന ചകിരി മൊത്തം കളയണം കേട്ടോ. ചിലർ പറയും കളയണമെന്നില്ല, അങ്ങനെ വെച്ചാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ വെക്കേണ്ടവർക്ക് അങ്ങനെയും വെക്കാം കേട്ടോ. പക്ഷേ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളോടിപ്പോൾ അങ്ങനെയാണ് ചകിരി കൊടുക്കാനെ വെച്ചോളൂ, അങ്ങനെ വെച്ചാലും ഒരു കുഴപ്പം പറ്റൂല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാൻ ചെയ്യണത് ഞാൻ എന്താ വെച്ചാൽ ഇത് മുഴുവെടുത്തിടും. കാരണം ഇതൊരു മണ്ണ് പോലെയാണ്, കണ്ടില്ല? അതിൻ്റെ ഉള്ളിൽ പൊടിയായിട്ട് മണ്ണ് പോലെയാണ്. വേരൊക്കെ ഡാമേജ് ആകും, എല്ലാ വേരും ചീഞ്ഞ് പോകും. കുറച്ചും കൂടി നമ്മളതിൽ വെള്ളമൊന്നും അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊന്നും നമുക്ക് നോക്കാൻ കഴിയൂല. ചകിരിയിലാണിത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇങ്ങനെ ഉണ്ടാകുന്നത് നിൽക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെള്ളമാണ് ഫുള്ള്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ മുക്കി വെച്ചു എടുത്തു. ഇനി നമ്മൾ നാളെയും വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഇന്ന് വറ്റി പോണില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വേരൊക്കെ ഡാമേജ് ആവും. ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ പൂവ്. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൂവ്. അപ്പം നല്ല മൂത്ത പ്ലാന്റ് നോക്കിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഞാൻ പിന്നെ പ്ലാന്റിൻ്റെ ലീഫ് കരിഞ്ഞതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ അപ്പം മൊത്തം നമ്മളൊന്ന് എടുത്തിടുക കേട്ടോ. അങ്ങോട്ട് എടുത്തിട്ടിട്ട് ഇനി ഒരു 10 മിനിറ്റും കൂടി നമുക്ക് അതിലൊന്നാണ് മുക്കി വെക്കുക കേട്ടോ. നല്ലോണം കഴുകി ഒരു 10 മിനിറ്റ് മുക്കി വെക്കുക കേട്ടോ. പ്ലാന്റ് നല്ലൊരു വെറൈറ്റി പ്ലാന്റാണ് കേട്ടോ. നല്ല വിലയുണ്ട് കേട്ടോ പ്ലാന്റിന്. ഞാൻ ഒരു 5 മിനിറ്റ് 10 മിനിറ്റോടെ ഇരുന്നോട്ടെ കേട്ടോ. ഇനി ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ അതിൻ്റെ വേര് ഒക്കെ ഡാമേജ് ആയ പോലെയാണ് അത് ആ ചകിരിയിൽ വെള്ളം നിന്നിട്ട്.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ചകിരീൻ്റെ നാരെടുത്തിട്ട്, ഇത് സാഫിൽ മുക്കി ഉണക്കിയ നാരാണ് കേട്ടോ. സാഫിൽ മുക്കി കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഞാൻ ഉണക്കിയതിന് പിന്നെ നാരാണ്, ചകിരി നാരാണ്. അതിൻ്റെ അതിലുണ്ടാകുന്ന പൊടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫുള്ള് പൊടിയും കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് ഇതിൽ വെക്കുന്നത് കേട്ടോ. കണ്ടല്ലോ അതിൻ്റെ വേര് കണ്ടില്ലേ നിങ്ങൾ? വേരിനൊക്കെ പിന്നെ നല്ല ഹെൽത്തി ആയ വേരല്ല, വേരൊക്കെ ഉണ്ട്, ചെത്തിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഞാനത് നല്ലോണം അതിൽ പൊതിഞ്ഞ് വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കണ്ടോളൂ. പിന്നെ വേര് മാത്രമാണ് പൊതിയുന്നത് കേട്ടോ. കണ്ടില്ല, അതിൻ്റെ തണ്ടൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. തണ്ടുമലൊന്നും നമ്മളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് ആ കറ്റാർവാഴൻ്റെ ആ വെള്ളത്തിൽ അതും ഒന്ന് മുക്കിട്ടോ. സാഫിന് വേണ്ടിയിട്ട് മാത്രമല്ല, കറ്റാർവാഴൻ്റെ ജെല്ലാണ് അതിൽ 2 തട്ട് തണ്ട് ഫുള്ളും ഞാൻ കറ്റാർവാഴൻ്റെ ജെല്ല് അതിൽ കലക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി അതൊന്ന് അങ്ങനെ വെച്ചിട്ട് ബാക്കിക്ക് കരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം വേര് പെട്ടെന്ന് നല്ല റൂട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മണ്ണിൻ്റെ ചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ചകിരി നാരൊന്ന് കെട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ ആ പ്ലാന്റ് ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചകിരിയിൽ പൊതിഞ്ഞത്. ഇനി ഒരു കയറെടുത്ത് കെട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഏതായാലും കെട്ടി കൊടുക്കണില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇളകൊന്നും തോന്നുകയാണെന്നുണ്ടെങ്കിൽ കെട്ടി കൊടുക്കാം കേട്ടോ. പ്ലാന്റ് കണ്ടല്ലോ, പ്ലാന്റിൻ്റെ എല്ലാ തണ്ടും മുകളിലാണ് ഇരിക്കുന്നത്. വേര് മാത്രമേ ഞാൻ പൊതിഞ്ഞ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ഉണങ്ങിയും കരിഞ്ഞൊക്കെ നിൽക്കുന്ന ലീഫുകളൊക്കെ ഒന്നാണ് എടുത്തിടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ നല്ല ഫ്രഷ് ആയിക്കണേ. 2-3 ലീഫ് മാത്രമേ ഉള്ളൂ തണ്ട് മാത്രമേ ഉള്ളൂ മഞ്ഞ കളർ കേട്ടോ. അതിൻ്റെ പൂവ് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ഇനി അത് നമ്മളങ്ങനെ മുറുക്കി അത് കെട്ടി വെക്കണില്ല എന്നേ ഉള്ളൂ, അങ്ങനെ വെക്കുക കേട്ടോ. അങ്ങനെ വെച്ചിട്ട് ആദ്യം കുറച്ച് കരി ഇടുക. ചകിരി നാരിൽ എന്തിനാണ് പൊതിഞ്ഞതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. കരിയിൽ വേര് വരുന്നതിലേറെ എളുപ്പത്തിൽ ചകിരീൻ്റെ നാരിൽ വരും. നാരിലാവുമ്പോൾ വേര് ഡാമേജ് ആവില്ല, ചകിരിയിലാവുമ്പോൾ ഡാമേജ് ആകും. അപ്പം ഞാൻ പെട്ടെന്ന് വേര് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന്മേൽ നല്ല ഹെൽത്തി ആയ റൂട്ടില്ല, വേരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേര് വരാൻ വേണ്ടി ചകിരി നാര് വെച്ചത് കേട്ടോ. നമുക്ക് നമ്മളെ പ്ലാന്റ് ഇളകാൻ പാടില്ല. ഇളകാതിരുന്നാലാണ് റൂട്ട് പെട്ടെന്ന് വരിക. റൂട്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറ്റാർ വാഴേൻ്റെ ജെല്ല് അതിൽ യൂസ് ചെയ്തത് കേട്ടോ. എനിക്ക് ഈ പ്ലാന്റിൻ്റെ പൂവ് കണ്ടപ്പോൾ എനിക്ക് ഈ പ്ലാന്റ് എടുക്കണം തോന്നി, അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ അതിന്മേലുള്ള ലീഫ് കരിച്ചിലോ അല്ലെങ്കിൽ വേരോ അല്ലെങ്കിൽ ഡാമേജോ ഒന്നും നോക്കിയിട്ടില്ല. നമുക്കിപ്പോൾ ഒരു പ്ലാന്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പൂവ് ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മൾ നോക്കി വളർത്തിയാൽ മതിയല്ലോ. അങ്ങനെ പെട്ടെന്ന് പൂവൊന്നുമില്ലല്ലോ. റൂട്ട് വരാൻ നമ്മൾ എത്ര വേരുള്ളത് കൊണ്ടുവന്നാലും റൂട്ട് വരാൻ നമ്മൾ റൂട്ടിങ് ഹോർമോൺ അടിച്ച് കൊടുത്താലേ പുതിയ റൂട്ട് വരുള്ളൂ. പഴയ റൂട്ടുമേൽ ഒരിക്കലും പിന്നെ അത് പൂക്കൂല്ല. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പുതിയ റൂട്ട് വരുമ്പോൾ, പുതിയ തെയ്യും വരുമ്പോഴാണ് നമുക്ക് പൂവ് തരിക. അപ്പം അത് കൊല കുത്തി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ഇല്ലാത്ത പ്ലാന്റുകളൊക്കെ ഞാൻ വാങ്ങിച്ച് കൊണ്ടുവന്നതും അതുകൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റുകൾ തന്നെയാണ്. ഇതൊക്കെ ഒരു VIP പ്ലാന്റാണ്. കണ്ടില്ലേ നിങ്ങൾ? ഞാനത് നല്ല മണ്ണിൻ്റെ ചട്ടിയിൽ തന്നെ വെച്ചത് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് ഇളകണമൊന്നുമില്ല കേട്ടോ. ചകിരിയിൽ പൊഞ്ഞിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ല സൂപ്പറായിട്ടുണ്ട്. പ്ലാന്റ് തന്നെ നല്ല സൂപ്പറാണ്. ചട്ടി നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. നേരെ കണ്ടോളൂ കേട്ടോ. ഈ പ്ലാന്റ് ആ 2 തണ്ട് മാത്രമേ ഉള്ളൂ പഴുത്തിട്ട്. അതും വലുതാവുമ്പോൾ മൂത്ത് നിൽക്കുമ്പോൾ എന്തായാലും മൂത്തത് പഴുക്കുമല്ലോ. അങ്ങനെ പഴുത്തതാന്ന് കരുതിയാൽ മതി കേട്ടോ. പിന്നെ റൂട്ടിങ് ഹോർമോണല്ലേ നമ്മളിപ്പോൾ കൊടുത്തത്. എൻ്റെ പേര് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ നിങ്ങളോട് അന്ന് തന്നെ വായിച്ചു നോക്കാൻ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ അന്ന് കൊണ്ടുവന്ന അവിടുത്തെ പിന്നെ ആൻറ്റിലോപ്പിൻ്റെ കുറച്ച് തൈകളുണ്ടായിരുന്നല്ലോ, 4 തൈകൾ, പിന്നെ എന്താണ് ഡ്രാഗണിൻ്റെ 2 തൈയും ഉണ്ടായിരുന്നു. അത് 2ഉം മറ്റേത് 4ഉം കൂടി നമ്മൾ നടുകയാണ് കേട്ടോ. അത് നടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും ഞാൻ പറഞ്ഞുതരാം. ഈ ചകിരിയിൽ നിന്ന് ഞാൻ മാറ്റണില്ല. കാരണം എന്താ വെച്ചാൽ അത് പോട്ട് ചെയ്യല്ല. ചകിരി ഒന്നും ഇങ്ങനെ വേറെടുക്കുക. നേരെ കണ്ടോളൂ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടാവും വേറൊരു ചകിരി. ആ ചകിരിയിൽ വെച്ചിട്ടാണ് നമ്മളെ നഴ്സറിക്കാർ പിടിപ്പിക്കുക. ആ ചകിരി എടുത്തിടണം കേട്ടോ. അത് മണ്ണായിട്ടുണ്ടാവും. അതാ കണ്ടല്ലോ. അത് നമ്മൾ ആദ്യം തന്നെ എടുത്തിടണേ. അത് നമ്മളെ പ്ലാന്റ് ചീത്തയാക്കും. ആ പുറത്ത് വെച്ച ചകിരി നല്ല ചകിരിയാണ്.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ മണ്ണ് പോലെയുള്ള ഈ ചകിരി നമ്മൾ എടുത്ത് കളയുക. കണ്ടല്ലോ. എന്നിട്ട് അത് നമ്മൾ ആ പിന്നെ സാഫിലും കറ്റാർവാഴൻ്റെ ഇതിലും മുക്കുക. ഒരു സാഫിൽ മുക്കിയാലും മതി കേട്ടോ. അത് ഞാൻ ആ പ്ലാന്റിന് വേണ്ടിയിട്ട് കറ്റാർവാഴൻ്റെ ജെല്ലയിൽ കലക്കിയതാണ്. ഇത് ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ഇത് വെക്കുന്നത് എവിടെയെന്ന് കണ്ടോളിട്ടോ. അതിനാണ് ഞാൻ ആ ചകിരി കളയാത്ത. മരത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ചകിരി കളയണമെന്നില്ല. അതുകൊണ്ട് തന്നെ കൂട്ടത്തിലാണ് കെട്ടി കൊടുത്താൽ മതിയേ. ആ പൊളിച്ച ഭാഗം മരത്തുമ്മലാക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് മരത്തുമ്മക്ക് വെച്ചിട്ട് പിന്നെ പുറം ഭാഗം ചകിരി നിൽക്കണം. അങ്ങനെ നമ്മൾ കെട്ടി കൊടുക്കുക കേട്ടോ. മനസ്സിലായില്ല? അങ്ങനെ പൊളിക്കുക. നമുക്ക് വേറെ പുതിയൊരു ചകിരി യൂസ് ചെയ്യണ്ട. പിന്നെ ഇതിൽ വെള്ളം നിൽക്കുന്ന പേടിയില്ല. ഉള്ളിലത്തെ ചകിരിച്ചോറ് നമ്മൾ കളഞ്ഞും ചെയ്തു. ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഇതേമാതിരി കെട്ടി കൊടുക്കുക കേട്ടോ. തെങ്ങിൻ്റെ കുറ്റിയാണ്. തെങ്ങ് മുറിച്ച് ഇവിടെ അതിൻ്റെ പണി ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് എനിക്ക് തിരക്കായിരുന്നു എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ ആ ഉൾഭാഗം നമ്മൾ പൊളിച്ചിട്ട് എല്ലാതും ഇതേപോലെ അതിൽ മുക്കിയിട്ട് ഈ തെങ്ങും കുറ്റിയിൽ ആ 6 പ്ലാന്റും ഞാൻ കെട്ടി വെച്ചു കേട്ടോ. 5 പ്ലാന്റാണ് കേട്ടോ. 3 പിന്നെ ഡ്രാഗണും 2 3 ആൻറ്റിലോപ്പും 2 ഡ്രാഗണും. 5 പ്ലാന്റാണ് മുന്താസിൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നത്. ആ 5 പ്ലാന്റാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടല്ലോ, തെങ്ങും കുറ്റിമലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ തെങ്ങുമ്മക്ക് നമ്മൾ ആ അടർത്തിയ ഭാഗം അവിടുന്ന് തെങ്ങുമ്മക്ക് വേര് പിടിച്ചോളും. ഈ ഭാഗത്ത് നമ്മൾ വേറെ ചകിരി വെച്ചിട്ടുമില്ല. കയറെടുത്താണ് കെട്ടി കൊടുത്തതാണ് കേട്ടോ. ആ ചകിരിമ്മ തന്നെ വെച്ച് കൊടുത്തതാണ്. പോട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ചകിരി എടുത്തിടാൻ പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ആ ചകിരിച്ചോറ് നമ്മൾ എന്തായാലും കളയണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ തെങ്ങിൻ്റെ കുറ്റിൻ്റെ മുകളിൽ ഞാൻ ആന്തൂറിയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ചട്ടിയിലാക്കിക്കൊണ്ട് വെച്ചത്. തെങ്ങുമ്മൽ ഞാൻ ഇതിങ്ങനെ പിടിപ്പിക്കും ചെയ്തൊക്കെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് ഞാൻ ആ പ്ലാന്റ് വെച്ചിട്ടുള്ളത്. മരത്തിലാണ് വെച്ച് കെട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ. ഓരോ പ്ലാന്റും കണ്ടോളൂ കേട്ടോ. അതിൻ്റെ ഒരു ഭാഗം എടുത്ത് കളഞ്ഞിട്ട് നേരെ മരത്തിലേക്ക് കെട്ടി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. ആ ചകിരി തന്നെ മതി. ഉള്ളിലെ ചോറ് എടുത്തിട്ടാൽ മതി മരത്തിൽ കെട്ടി വെക്കാൻ കേട്ടോ. എന്നാൽ ഷിയാദിൻ്റെ അടുത്ത് വാങ്ങിയതും ഇങ്ങനെയാണ് കെട്ടി വെച്ചത്. അപ്പോൾ ഇമ്മ മുട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് വാങ്ങിയിട്ടുള്ളൂ, മുട്ട് വരുന്നുണ്ട്. കെട്ടിവെച്ചത് കണ്ടില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.